എല്ലാരും വലിയ വാഗ്ദാനങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. ഇന്ന് തന്നെ സംഭവിച്ചായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അവസാന നിമിഷം എല്ലാം തട്ടിത്തെറിച്ചങ്ങ് പോവുക. സമയത്തിന്റെ ആയിരിക്കും വിനയ. സമയം മോശമാണെങ്കിൽ ഒന്നും വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. ഈ 7:30 ശനി എന്നൊക്കെ പറഞ്ഞേട്ടെ. നീ വെയിറ്റ് ചെയ്, എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കും. എന്റെ ടൈം അത്ര മോശമൊന്നുമല്ല അങ്കിളെ. മോൻ ജനിച്ച ശേഷം എനിക്കെല്ലാം നല്ലതായിട്ടാ തോന്നിയത്. പക്ഷെ വീണ്ടും താളം തെറ്റി. എന്റെ അമ്മയും മാമനും പറയുന്നത് എല്ലാം എന്റെ കുറ്റാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? തീരു എന്നോടൊരു വാക്ക് പോലും പറയാതെ അവളുടെ ഇഷ്ടത്തിന് സിംഗപ്പൂരിലേക്ക് പറന്നു പോയിട്ടും ഞാൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അതിന് നീ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അവള് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പോയതെന്ന് എല്ലാവർക്കും അറിയാവുന്നല്ലേ. എന്നാലും അതല്ലല്ലോ അങ്കിളെ. എന്ത് കാര്യമായാലും അത് സ്വന്തം ഭർത്താവിനോട് കൂടി ചോദിച്ചിട്ട് ചെയ്യുന്നല്ലേ അതിന്റെ ഒരു മാന്യത അല്ലേ? ഒരു കുടുംബമാകുമ്പോ അങ്ങനെയല്ലേ വേണ്ടത്? എടാ, അങ്ങനെയാണെങ്കിൽ നിന്റെ വീടിന്റെ പ്രമാണം നീ ബ്ലേഡുകാർക്ക് പണയം വെച്ചപ്പോ ഒരു വാക്ക് നിന്റെ ഭാര്യയോട് ചോദിക്കണ്ടായിരുന്നില്ലേ? ചോദിച്ചോ? ഇല്ലല്ലോ. ഇതാണ് അതല്ല. നിന്റെ അമ്മയോടും മാമനോടും കൂടി ഒരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. ഇതിപ്പോ എല്ലാവരും ഒരേ ഭാഷയിൽ സംസാരിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. എന്റെ നിലനിൽപ്പിനും ഉയർച്ചയ്ക്കും വേണ്ടി എന്റെ സ്വത്തുമേൽ ഒരു റിസ്ക് എടുക്കാനുള്ള അവകാശം എനിക്കില്ല അങ്കിളെ. അങ്കിളൊരു ബിസിനസ്സുകാരനല്ലേ. റിസ്ക് എടുക്കാതെ ഒന്നും നേടാനാവില്ല എന്ന് അങ്കിൾ അറിയുന്നതല്ലേ? അതൊക്കെ എനിക്ക് അറിയാതെ വിനയാ. പക്ഷേ നിന്റേത് അല്പമല്ല, കുറച്ചധികം കൈവിട്ട കളിയായിപ്പോയി. അതുകൊട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വീട് പണയപ്പെടുത്തിയ കാര്യത്തില് നിന്റെ അമ്മയ്ക്കും മാമനും പ്രശ്നമൊന്നുമില്ലല്ലോ. അവർക്കൊരു പ്രശ്നമില്ല. അവരൊക്കെയാ, അവർക്ക് എന്നെ വിശ്വാസ. പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് എന്റെ പെമ്മക്കളെ ഞാൻ അകറ്റി നിർത്തിയത് കൊണ്ടാ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടായതെന്നാ. സത്യത്തില് അവരുടെ പനി മാറുന്നവരെ ഇവിടെ നിൽക്കട്ടെ എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്റെ മക്കളെ കൈയൊഴിയാൻ നോക്കിയതാണെന്ന് എല്ലാവരും അങ്ങ് വിധി എഴുതി. വിനയ, അങ്ങനെ ചുമ്മാ ആരും വിധി എഴുതിയതൊന്നും അല്ല. വൈകുന്നേരം വന്ന് മക്കളെ വിളിച്ചോണ്ട് പോവാന്നും പറഞ്ഞ് നീ പിറ്റേ ദിവസം അവരുടെ ഡ്രസ് ഇവിടെ ഏൽപ്പിക്കാനാ വന്നത്. ആ സമയത്ത് നിന്റെ മക്കളെ കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാതെ നീ തിരിച്ചുപോയി. അല്ല, ഇതിന്നൊക്കെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്കിളെ വാ, അങ്ങോട്ടിരിക്കാം. വിളിക്കാം. അമ്പിളി ചേച്ചി, ഞാൻ നിങ്ങൾക്ക് അന്യനൊന്നും അല്ലല്ലോ. എന്റെ മക്കള് നിങ്ങൾക്കൊക്കെ സ്വന്തം മക്കളെ പോലെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവരെ ഞാനിവിടെ നിർത്തുമ്പോ എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എടാ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ചീരുവിന്റെ മക്കളെ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതെ, ചീരു സിംഗപ്പൂരിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനും രഘുവേട്ടനും അവളോട് പറഞ്ഞതാ, നിന്റെ മക്കളെ ഞങ്ങൾ നോക്കിക്കോളാന്ന്. അപ്പൊ അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? വിജയ് മോനെ വിനയേട്ടൻ പൊന്നുപോലെ നോക്കുമെന്നും അതിലും നന്നായി ഭദ്രമോളെ ആർച്ചമോളെയും വിനയേട്ടന്റെ അമ്മയും മാമനും കൂടി സംരക്ഷിക്കുമെന്ന. സത്യത്തിലേ അവര് പോലും അറിയാതല്ലേ വിനയ നീ നിന്റെ മക്കളെ ഇവിടെ നിർത്തിയിട്ട് പോയത്? അമ്പിളി ചേച്ചി എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്ക് അന്ന് പനിയായിരുന്നു എന്നുള്ള കാര്യം അമ്പിളി ചേച്ചിക്ക് അറിയായിരുന്നല്ലോ. ആ പനി വിജയ് മോന് പകരാൻ പാടില്ലെന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ ആർച്ചമോളുടെയും ഭദ്രമോളുടെയും കാര്യത്തില് അമ്പിളി ചേച്ചി തീരുമാനിച്ചത് എന്താ? ഞാൻ എന്ത് തീരുമാനിച്ചു? നിനക്ക് നിന്റെ മക്കളെ വേണ്ടെങ്കിൽ അവര് നമ്മളെ നോക്കുന്ന അച്ഛൻ പറഞ്ഞപ്പോ ഞാനും അത് സമ്മതിച്ചു. അച്ഛൻ അച്ഛന്റെ പേരക്കുട്ടികളെ സംരക്ഷിക്കാൻ ചേച്ചിയുടെ സമ്മതം എന്തിനാ? സത്യം പറ അമ്പിളി ചേച്ചി, അനിയത്തിയുടെ മക്കളെ ചുമക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ അച്ഛൻ അവരെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്? ചീരു അവരെ കൈയൊഴിഞ്ഞു പോയപ്പോ പോലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു സഹായം എന്ന നിലയ്ക്ക് മാത്രമാ ഞാൻ അവരിവിടെ നിർത്തിയത്. ആ എന്നെ അമ്പിളിച്ചേച്ചിനെ കുറ്റപ്പെടുത്താൻ വരല്ലേ?
വിനയ, നീ അതും പറഞ്ഞ് പൊയ്ക്കളയാതെ. നീ ചെയ്തത് ശരിയല്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നുള്ളത് സത്യം. പക്ഷേ നിന്റെ മക്കളെ ഇനി നോക്കുന്നത് ഞാനും രഘുവേട്ടനും തന്നെ ആയിരിക്കും. അല്ലാതെ വയസ്സായ അച്ഛന് എത്ര കാലം 2 പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പറ്റും? മതി അമ്പിളി, നിർത്ത്. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അണ്ണൻ മക്കളെ ഏറ്റെടുത്തെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമായെന്ന് കരുതിയാൽ മതി. അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം അണ്ണന് കൊടുത്തോളും. അയ്യോ, ഞാൻ അതല്ല അങ്കിളെ പറഞ്ഞത്. അച്ഛൻ എന്തെങ്കിലും പറ്റാതെ വന്നാലും ഇവന് ബാധ്യതയാവാതെ ആ മക്കളെ ഞാനും രഘുവേട്ടനും കൂടി നോക്കിക്കൊള്ളാന്നാ. എനിക്ക് എന്റെ മക്കള് ബാധ്യതയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അവര് ഇതുവരെ വളർന്നത് എന്റെ വീട്ടിൽ തന്നെയാ. ചീരു തിരിച്ചു വന്നത് എപ്പോഴാ? നീ നിന്റെ മക്കളുടെ കാര്യത്തില് അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവനാണെങ്കിലേ എന്നോട് വഴക്കിടാൻ നിൽക്കാതെ അച്ഛന്റെ അടുത്ത് പോയി മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. ഞാൻ എന്റെ മക്കളെ ഏൽപ്പിച്ചത് ഇവിടെയാണ്. നിങ്ങൾ പോയിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. എന്റെ മക്കളെ ഞാൻ ഇവിടുന്ന് ഏറ്റെടുത്തോളാം. അവരെ ഇവിടുന്ന് മാറ്റുമ്പോ നിങ്ങൾ എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞാൻ വലിയ പ്രതീക്ഷയില്ല അങ്കിളെ കാണാൻ വേണ്ടി വന്നത്. ഈ അവസ്ഥയിൽ അങ്കിൾ എന്നെ ഉടനെ ഒന്നും സഹായിക്കില്ല എന്ന് പറയാം. അങ്കിള് പറഞ്ഞ പോലെ എന്റെ ടൈം ശരിയല്ല. കൂടാതെ ചിലരുടെ പ്രാക്കും ശാപവും. എന്നെങ്കിലും ഒരിക്കലെല്ലാം ശരിയാവുമായിരിക്കും. ശരിയെന്നാ, ഞാൻ പോണു. അവനോട് തർക്കിക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ട് എന്റെ മോളെ. ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞ് പെരുമാറണ്ടേ. മോളത് വിട്ടേക്ക്. അവൻ പറഞ്ഞു കേട്ട് മോളെ വിഷമിക്കൊന്നും വേണ്ട. എനിക്കൊരു വിഷമമില്ലെങ്കില് ചീരുവിന്റെ മക്കളുടെ കാര്യത്തില് എന്റെ അച്ഛൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? അതുകൊണ്ടല്ലേ അച്ഛൻ അവരിവിടുന്ന് കൊണ്ടുപോയത്. അതിലപ്പുറമൊന്നും വിനയം പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്റെ മനസ്സെന്താണെന്നും ആ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെയാ കാണുന്നതെന്നും എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. എനിക്കറിയാം മോളെ. എന്ത് ചെയ്താലും എനിക്ക് കണ്ണീരാണല്ലോ ദൈവമേ വിധിച്ചിരിക്കുന്നത്.